ഒരു ഏകദേശം 10 വർഷം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഷെരീഫാബിയുടെ ജീവിതം വളരെ പ്രയാസത്തിലായിരുന്നു. അത് ഒരു പക്ഷേ ഈ ഒരു വീഡിയോ കൊണ്ട് ഒരുപാട് സ്ത്രീകൾക്ക് മോട്ടിവേഷൻ ഉണ്ടാവും. ഞാനിപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ടോ, ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും കോട്ടക്കൽ ഭാഗത്ത് പോവുകയാണെങ്കിൽ ഈ കുടുംബശ്രീയുടെ സ്പെഷ്യൽ ഹോട്ടലിൽ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഞാൻ ഫുഡിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ ജസ്റ്റ് 1-2 കാര്യം ഇതെന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് വരാം. ഒരു 10 വർഷം മുന്നേ എടുക്കുകയാണെങ്കിൽ മകൻ സ്കൂളിൽ 5-ലോ 6-ലോ ഒക്കെ ആയിരിക്കും ഇവരുടെ. ഇപ്പോൾ ഇന്ന് UK-യിൽ കാർഡിയാക് സയൻറ്റിസ്റ്റ് എന്ന കോഴ്സ് ഫസ്റ്റ് റാങ്കോട് കൂടി അല്ലേ 1-ാം റാങ്കോട് കൂടി പാസ്സായി ജോലിയിൽ പ്രവേശിച്ച സന്തോഷത്തിലാണ്. മകൻ 5-ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവർ വാടക വീട്ടിലായിരുന്നു. അന്ന് ജീവിതം മുന്നോട്ട് പോയത് ഇവരുടെ വീട്ടിലുണ്ടാക്കുന്ന ഉണ്ണിയപ്പം തൊട്ടടുത്ത വീടുകളിൽ സെയിൽ ചെയ്തിട്ട് കച്ചവടം ചെയ്തിട്ട് പ്രയാസപ്പെട്ട് സങ്കടപ്പെട്ട് വന്ന് അല്ലെങ്കിൽ തൻ്റെ ഡിറ്റർമിനേഷൻ്റെ ഫലമായിട്ട് കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഇന്ന് 4 ഹോട്ടലുകൾ ഈ ഒരു യൂണിഫോം ഇട്ട ഈ ഒരു സഹോദരിക്കുണ്ട്. ഈ ഹോട്ടലിൻ്റെ മുതലാളി കൂടിയാണ്. ഒപ്പം ഒരു കാറ്ററിംഗ് സർവീസും ഉണ്ട്. എന്താ അതിൻ്റെ പേര്? മുത്തൂസ് കാറ്ററിംഗ്. ഏതായാലും സന്തോഷം. അതിൻ്റെ ഇടയിൽ വിളിക്കുന്നുണ്ട്. എന്താ വിളിക്കുന്നുണ്ടോ? എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? എത്ര സ്റ്റാഫ് ഉണ്ട് ഇവിടെ? 14 സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ ഏതായാലും പിന്നെ ആദ്യം ഭക്ഷണം ഗംഭീരം അല്ലേ? നിങ്ങളെ ബാക്കി കാര്യം പറഞ്ഞതിന് മുന്നേ ഇവിടെ എന്തൊക്കെ ഭക്ഷണം ഉണ്ട്? ഇവിടെ സദ്യ, മിനി സദ്യ, പിന്നെ തേങ്ങാച്ചോറും ബീഫും, പിന്നെ ചട്ടിച്ചോറ്, പിന്നെ കീഴ് ബിരിയാണി. ഉച്ചക്കുള്ളത് സ്പെഷ്യൽ അതാണ്. പിന്നെ രാവിലെ നെയ് റോസ്റ്റ്, മസാല ദോശ, പിന്നെ പൂരി, നെയ്പത്തല്, പിന്നെ വെള്ളപ്പം, ഇടിയപ്പം, പൊറാട്ട, പുട്ട് എല്ലാം ലൈവ് ആയിട്ടാണ്. നിങ്ങൾ വന്നിരുന്നതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഉണ്ടാക്കി. ലൈവാണ്. ഈ കിച്ചൺ ഒരു ഓപ്പൺ കിച്ചണോട് കേട്ടോ. പൊതുവേ ഹോട്ടലിലെ ഓപ്പൺ കിച്ചൺ കൊടുക്കണമെങ്കിൽ കുറച്ച് ധൈര്യം വേണം. ഓപ്പൺ കിച്ചൺ ആണ്. പിന്നെ എത്ര ആൾക്കാർ നിങ്ങളെ കീഴിൽ പണിയെടുക്കേണ്ട ജോലി? 14 കുടുംബിനികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. പുറത്ത് കാറ്ററിങ്ങിലൊക്കെ വേറെ ജോലിക്കാർ, ഇവിടെ മാത്രം ഉണ്ട് കേട്ടോ. എല്ലാം ഫ്രഷാണ്. ഞങ്ങൾ കഴിച്ചു. മച്ചെന്താ കഴിച്ചത്? സാദാ ചോറ്. എങ്ങനെയുണ്ട്? നല്ല ചോറല്ലേ? നമ്മൾ വീട്ടില് ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞ പോലെ വീട്ടിൽ അതിഥികൾ വരുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ട്. നല്ല പോയിന്റ്. എന്ത് തോന്നുന്നു ഇപ്പോ ഈ ഒരു നിമിഷം? ഇത് തുടങ്ങിയ സമയത്ത് ഞാൻ ഇവിടെ വന്നിരുന്നു കേട്ടോ. ഇപ്പൊ എങ്ങനെയുണ്ട്? നല്ല സന്തോഷം. കാരണം അറിഞ്ഞു വന്ന് നമ്മളെ കസ്റ്റമർ തേടി വരുന്നുണ്ട് എല്ലായിടത്തുനിന്നും. നമ്മളെ ഭക്ഷണം ഒരു പ്രാവശ്യം കഴിച്ചു പോയാല് പിന്നെ ആ കസ്റ്റമറെ ഇതിൽ തന്നെ വേറെയും കസ്റ്റമറെ കൊണ്ടുവരും. ഇനി ഞങ്ങൾക്ക് വൈകിട്ടും കൂടി ഒന്ന് സെറ്റ് ആക്കണം. എന്താ സെറ്റ് ആക്കണ്ടേ? വൈകിട്ട് ചെറുകടിയും ചായയും, പിന്നെ രാത്രി പാൽക്കപ്പ, ബീഫ്, നെയ്ച്ചോറ്, ചിക്കൻ പീസ്. എങ്ങനെ ഇതൊക്കെ കൂടെ കൈകാര്യം ചെയ്യണത്? ഈ ഒരു ഒരുപാട് സംരംഭങ്ങൾ, ഒരുപാട് ഹോട്ടലുകൾ, ഇത് അതിൻ്റെ അടി. പിന്നെ ഇപ്പോ സ്വന്തം വീടായി. അൽഹംദുലില്ലാ വാഹനം മേടിച്ചു. മകനിപ്പോ എന്താ മകനെ കുറിച്ച് പറയാനുള്ളത്? ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. എനിക്ക് തോന്നുന്നത് നിങ്ങൾ ആ പ്രയാസപ്പെട്ട സമയത്ത് ഒരു പക്ഷേ മക്കളെ എഡ്യൂക്കേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ നിങ്ങൾ ഒരു മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും, പണം ഇല്ലാത്തതിൻ്റെ പേരിൽ. സത്യമാണോ? സ്റ്റോപ്പ് ചെയ്യാം, പക്ഷെ അവരെങ്ങനെങ്കിലും നല്ല രീതിയിൽ എത്തിക്കണം എന്നുള്ളതിൽ ഞാൻ തളർന്നില്ല. പറഞ്ഞോളൂ. മോനാ കഷ്ടപ്പാടൊക്കെ കണ്ട് വളർന്ന്, എന്നാലും ഞാൻ മഹദില്ല അവനെ പഠിപ്പിച്ചത്. മലപ്പുറം CBSE പഠിപ്പിച്ചു. പിന്നെ അവനെ അത് കഴിഞ്ഞ് അവൻ കാർഡിയാക്കിന്റെ കോഴ്സ് മാത്രം എടുത്ത് പഠിച്ച് ഇപ്പോൾ കാർഡിയാക് UK-ക്ക് പോകണം പറഞ്ഞ് UK-യിൽ കാർഡിയാക് സയന്റിസ്റ്റ് ആവാൻ പോയി. അവിടെ യൂണിവേഴ്സിറ്റി ഫീസ് കെട്ടി അവിടെ പോയി. ഒക്കെ നിങ്ങളത് പൈസ തന്നെയാണ് അധ്വാനിച്ചുണ്ടാക്കിയ പൈസ? ഇവര് അധ്വാനിച്ചുണ്ടാക്കിയ. ഹസ്ബൻഡിന്റെ കൂടെ ഉണ്ട് ഫീൽഡില്, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. 100% ഉണ്ടാവുമല്ലോ. പിന്നെ എന്റെ സ്റ്റാഫാണ് എല്ലായിടത്തും. എന്റെ സ്റ്റാഫിന്റെ ഒപ്പത്തിനൊപ്പം നിൽക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും വിജയം. ഇപ്പൊ ഓപ്പണായിട്ടൊരു സംഗതി പറഞ്ഞുതരാം. ഇവര് തിരക്കിനിടയിൽ ഉള്ളത് പറയല്ലോ, അത് നമ്മളൊരു മലപ്പുറത്തിന്റെ സ്നേഹം കൂടി കേട്ടോ. ഇവിടെ മുണ്ടൊന്ന് അല്ലേ, തിരക്കിനിടയിൽ മുണ്ടൊന്ന് ചെറിയൊരു 1-2 മുടി ഇങ്ങനെ കണ്ടപ്പോ ഏത് ചേച്ചിയാ പറഞ്ഞത്? അനില ചേച്ചി എന്താ പറഞ്ഞത്? മുണ്ട് ശരിയാക്കി എന്നാ പറഞ്ഞത്. ആലോചിച്ചോ, ഞങ്ങൾക്ക് വല്ലാത്ത ഫീൽ ചെയ്ത വർത്താനം. ഉഷാറായി. ചേച്ചിക്ക് നല്ല ബിഗ് സല്യൂട്ട്. പിന്നെ നമ്മളെ സ്റ്റാഫാണ് നമ്മളെ വിജയത്തിന്റെ പുറകില്. ആണല്ലേ? അവര് നമ്മളെ ഒപ്പത്തിന് എല്ലാത്തിനും കൂടെ നിൽക്കും. ഇത് ആണല്ലേ? എന്ത് ഈ ഹോട്ടലിലെ കുടുംബശ്രീ എന്താ സ്പെഷ്യാലിറ്റിന്റെ പ്രഷർക്കൊന്ന് പറഞ്ഞു കൊടുത്തേ. ഇങ്ങനെ ഒരു AC ഹോട്ടലൊന്നും ഇല്ലല്ലോ. കോമണും ഉണ്ട്, AC ഒക്കെ ഉണ്ട്. എന്താ കുടുംബശ്രീയുടെ സ്പെഷ്യൽ ആണോ? മലപ്പുറം ജില്ലക്ക് കുടുംബശ്രീന്റെ പ്രീമിയം ഹോട്ടൽ പറഞ്ഞിട്ട് ഒരു സ്ഥാപനമേ ഉള്ളൂ. അതാണ് ഇത്. അത് എനിക്കാണ് ഇപ്രാവശ്യം കിട്ടിയത്. പിന്നെ ഇപ്രാവശ്യം സംസ്ഥാന സർക്കാരിന്റെ കുടുംബശ്രീയിലുള്ള അവാർഡ് എനിക്കാണ് കിട്ടിയത്.
ആണല്ലേ കുടുംബശ്രീന്റെ അവാർഡ് കിട്ടി. അപ്പൊ കുടുംബശ്രീന്ന് സാർ എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരു പ്രീമിയം ഹോട്ടൽ ഓപ്പൺ ആക്കാൻ നോക്കിയല്ലേ പറഞ്ഞു. അങ്ങനെ ഞാനും മുന്നോട്ട് നിന്നു. അങ്ങനെയാണ് സാർ 16.5 ലക്ഷം റുപ്യ എനിക്ക് കുടുംബശ്രീന്ന് പാസ്സായതിനു ശേഷം നിങ്ങൾ തുടങ്ങിയ സംഭവമാണ്. ഏതായാലും അൽഹംദുലില്ലാ. എന്ത് തോന്നുന്നു? എനിക്ക് ഒരുപാട് വീട്ടമ്മമാർ എൻ്റെ പ്രേക്ഷകർ, നമ്മുടെ പ്രേക്ഷകർ വെച്ചോ ശരിയല്ലേ? ഒരുപാട് പേർക്ക് ഒരുപാട് സംഭവം കഴിവുണ്ട്, സംഗതിയൊക്കെ ഉണ്ട്. വീഡിയോകളെ കുറിച്ച് പോലും ഭയങ്കര അഭിപ്രായം പറയുന്നത്. ഈ വീഡിയോകൾ കൂടി അവർക്കൊരു ഡെവലപ്മെന്റ് ചാൻസ് ഇവരൊരു മോഡലാണ്. അപ്പൊ പറഞ്ഞു കൊടുക്കുക. അവർക്ക് പല ആളുകൾ വീട്ടിൽ നിന്ന് ഇങ്ങനെ സാഹചര്യം കൊണ്ടോ അല്ലെങ്കിൽ എന്തോ അറിയില്ല, എന്താണ് അവരോട്? പല സ്ത്രീകളും വീട്ടിൽ ഒന്നുമില്ലാതെ ഒതുങ്ങിക്കൂടും. പക്ഷെ അത് കണ്ടിട്ട് എല്ലാരും അവരെ കഴിവ്, അവർക്ക് എന്താ കഴിവ് വെച്ചാൽ അത് പുറത്തെടുക്കുക. കാരണം എനിക്കൊന്നും കഴിവ്, പക്ഷെ ഫുഡ് ഉണ്ടാക്കാൻ അറിയും. അതുകൊണ്ടാണ് ഞാൻ അത്രയും ലെവലിലെത്തിയത്. നമ്മളെ വീട്ടിലുള്ള ഒരു ഫുഡ് മാത്രം ആണല്ലേ, അത് പഠിച്ചു. പിന്നെ ഞാൻ കുറെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ചും കൂടി ഉയരങ്ങളിൽ എത്താൻ വേണ്ടിയിട്ട് ലെവലിലേക്ക് മാറ്റി. നിങ്ങള് ആ ഉണ്ണിയപ്പം വിറ്റ കാലഘട്ടം ഒന്ന് മെമ്മറി വന്നാട്ടെ, ഓർക്കാറുണ്ടോ ആ കാലഘട്ടം? അതെ, എന്താ കാലഘട്ടം? അത് മറക്കാൻ പാടില്ലല്ലോ. എന്താണ് അന്നത്തെ കാലഘട്ടം എന്ന് പറഞ്ഞേ? അന്ന് വീടില്ല, സ്വന്തം വീടില്ല, വാടക വീട്ടിലാണ്. അന്ന് വീട്ടില് ചോറാക്കാൻ പോലും അരിയില്ലാത്തൊരവസ്ഥയാണ്. ഹസ്ബൻഡിന് പെയിന്റിങ് ആയിരുന്നു. അപ്പൊ ഈ മഴക്കാലമായപ്പോ പെയിന്റിങ് ഇല്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാന്നുള്ളൊരു ഐഡിയ ഇല്ല. അപ്പൊ ഞാനൊരു ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ എനിക്കറിയാം. ആ ഉണ്ണിയപ്പം ഞാൻ തൊട്ടടുത്ത കടയിൽ പോയിട്ട് ഒരു 10 പേർക്ക് ഉണ്ണിയപ്പം വെക്കട്ടെ എന്ന് ചോദിച്ചു വന്നത്. അപ്പൊ അവര് വെച്ചോളി, ബാലൻസ് ആണെങ്കിൽ നിങ്ങൾ റിട്ടേൺ എടുക്കേണ്ടി വരും ഓക്കെ എന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് അറിയണ ജോലി ഉണ്ണിയപ്പാണ്. ആ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് 10 പേർക്ക് ഉണ്ണിയപ്പാണ് ഞാൻ അതിലേക്ക് തുടക്കം വെച്ചത്. ഇന്ന് ഞാൻ 10-30ഓളം സ്റ്റാഫിനും കൊണ്ട് ലാസ്റ്റ് ഇത്രയും ഇതിൽ എത്തി നിൽക്കുന്നത്. പിന്നെ അന്ന് ഞാൻ പറഞ്ഞില്ല സ്വന്തമായിട്ട് വീടില്ല, അന്നിപ്പോൾ സ്വന്തമായിട്ടൊരു വീടായി. പിന്നെ അന്ന് എൻ്റെ കുട്ടീനെ 3 മാസം പ്രായം ഉള്ളൂ. ആ കുട്ടീനെയും കൊണ്ട് ഞാൻ 4 കിലോമീറ്ററോളം നടക്കണം ഈ ഉണ്ണിയപ്പം കൊണ്ട്. പക്ഷെ പലരും എന്നെ കളിയാക്കി ഉണ്ണിയപ്പത്താത്ത വരുന്നു. പക്ഷെ ഞാൻ അവിടെ ഒന്നും തളർന്നില്ല. വെച്ച കാലം മുന്നോട്ട് തന്നെ വെച്ചു, പുറകോട്ട് വെച്ചകണി ഞാൻ ഈ ലെവലിലെത്തൂല. അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് മുന്നോട്ട് പോയി. ഇന്ന് സ്വന്തമായിട്ട് വാഹനങ്ങളുണ്ട്, വീടായി, പിന്നെ വലിയ ഇത് കാരണം എൻ്റെ മക്കൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിഞ്ഞു. എനിക്ക് ഉമ്മാനെ പറ്റിയുള്ള ഓർമ്മ എങ്ങനെയാണ്? ഉമ്മാനെ ഞാൻ എൻ്റെ ഉമ്മ അതേപോലെ എൻ്റെ ഉമ്മക്ക് വേണ്ടി നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഉമ്മാനെ ഞാൻ പൈസ ഞങ്ങളുപ്പ നോക്കാതെയൊക്കെ പോയി ഞങ്ങൾ ഉമ്മ കഷ്ടപ്പെട്ട് വളർത്തിയതാണ്. അങ്ങനെ ഞാൻ എൻ്റെ കയ്യിൽ ഫസ്റ്റ് കാശായപ്പോൾ എൻ്റെ ഉമ്മയും ഞാനും എൻ്റെ മക്കളും കൂടി ഉംറക്ക് പോയി. എൻ്റെ ഉമ്മ എൻ്റെ കൂടെ അവിടുന്ന് മദീനത്ത് നിന്ന് മരണപ്പെട്ടു. അത് എൻ്റെ ഉമ്മക്ക് ചെയ്ത ഏറ്റവും, എൻ്റെ ഉമ്മാനെ ഉംറക്ക് കൊണ്ടുപോയതാണ് ഏറ്റവും ഒരു ഭാഗ്യം എനിക്കതിൽ. ഇനി എന്താണ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ? നീ ലെവലിൽ ഇങ്ങനെ പോയാൽ മതി. അതാണ് എൻ്റെ വൃത്തി എന്ന് പറയുന്നത്. നമ്മളെ ചാനലിലെ പലരും എന്നോട് ചോദിക്കലുണ്ട്, എന്താണ് ഈ പൈസയിൽ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചെറിയ സംഭവങ്ങൾ, ഈ തെരുവിൽ ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർ അവരൊക്കെ ദുർബലരാണ്. പക്ഷെ അവർ ദുർബലരാണ് എന്ന് വിചാരിച്ച് അവർ യാചിക്കാൻ പോയില്ല. അതിന് പകരം അവർ ചെറിയ അവരിപ്പോൾ ഈ താത്ത പറഞ്ഞ പോലെ ചെറിയ കഴിവ് എന്താ ഉള്ളത് അത് വെച്ചിട്ട് അവർ മുന്നോട്ട് പോയി മനുഷ്യൻ്റെ മുന്നിൽ യാചിക്കാതെ സ്വന്തം ഇതുകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി. അപ്പോൾ അതിനെയാണ് നമ്മുടെ ചാനൽ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതിന് ഭയങ്കര റിസൾട്ട് കിട്ടിയിട്ട് അവർ പിന്നെ ഇങ്ങനെ പറയാറുണ്ട്, ഫൈസൽ മാഷേ ഞങ്ങൾ അന്ന് ചെയ്ത വീഡിയോ കൊണ്ട് ഞങ്ങളിങ്ങനെ അതൊക്കെ പറയും. അത് കേൾക്കുമ്പോൾ നമ്മുടെ കാലത്തിന്, നമ്മുടെ സമയത്തിന്, നമ്മുടെ ചാനലിനെ ഒക്കെ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെന്ന് മാത്രമേ തോന്നുള്ളൂ. ഇത്രയും വലിയൊരു ഭക്ഷണം കഴിച്ചല്ലോ, എന്താ ഭക്ഷണം അതിലുപരി അടുക്കള കിച്ചണ് നീറ്റാണ്, ക്ലീനാണ്. ഇന്ന് സൺഡേ ആണ്, സൺഡേ ആയിട്ട് പോലും ഇവിടെ കിച്ചണില് നല്ല വൃത്തി വേണം. അതിൽ ഞാൻ ഇവർക്ക് സ്റ്റാഫിന് ഒരു വിട്ടുവീഴ്ചയും കൊടുക്കൂല ആ വൃത്തിന്റെ കാര്യത്തില്. കാരണം കിച്ചൺ നമ്മളത് ഓപ്പൺ ആയി അത് എല്ലായിടത്തും വൃത്തി വേണം. അതാണ് നമ്മൾ ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുക. പിന്നെ വരുന്ന കസ്റ്റമറും തന്നെ നല്ല വൃത്തിയിൽ തന്നെ ഭക്ഷണം കഴിക്കണം. പിന്നെ ഞങ്ങള് കല്യാണം, സൽക്കാരം ഇങ്ങനത്തെ വർക്കുകളൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിന്റെ പുറമെ കാറ്ററിങ്. ഇപ്പൊ ഇനി അടുത്ത ആഴ്ച ഉണ്ട് എൻ്റെ അമ്മാവിന്റെ മോളെ കല്യാണം തന്നെ നമ്മളെ ഏറ്റെടുത്തിട്ടുള്ളത്. എത്ര എടുക്കും ഞങ്ങൾ. പിന്നെ ടീമുണ്ട്. സ്മാർട്ട് സിറ്റി താരാതിയേറ്ററിന്റെ അടുത്ത്, അതായത് കോട്ടക്ക ബസ് സ്റ്റാൻഡിൽ നിന്ന് ബാക്ക് കൂടെ റോഡ് ഉണ്ട്, നേരെ സ്മാർട്ട് സിറ്റിക്ക് എത്തും. അവിടെയാണ് വിജയത്തിന്റെ പുറകില് ബിന്ദു. ഇവരാണ് അനില ചേച്ചി. ഇവരുടെ മുണ്ട് ശരിയാക്കാൻ പറഞ്ഞ ആള്. ഞാൻ ഭയങ്കര ഇഷ്ടമായി അത്, സത്യം. എവിടെ വീട്?
കുന്നുംപുറം. മലപ്പുറത്തിന്റെ ഒരു ഹൃദയം നമ്മൾ ആ ഒരു വാക്കിൽ കണ്ടു. ഞങ്ങൾ ചേച്ചി എന്ന് ഉപയോഗിക്കണം എന്നേക്കാൾ ജൂനിയർ ആട്ടാ, ഞാൻ അത് പറഞ്ഞുതരാം. അത് ഞങ്ങൾ ഉപയോഗിച്ച് പോവാണ്, നിങ്ങളൊന്നും വിചാരിക്കരുത്. നിങ്ങളെക്കാളും സീനിയറാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ആ ചേച്ചി എന്നുള്ള പ്രയോഗം. എന്ത് തോന്നുന്നു? നല്ല തോന്നുന്നു. എന്താ ഈ വൃത്തിന്റെ രസം? താത്ത താത്ത വൃത്തിന്റെ രസം താത്ത. ആണല്ലേ? താത്താന്റെ ഇതാണ് ഞങ്ങളെ വൃത്തി. ഖദീജ പറഞ്ഞ അവരെ പേര്. എന്ത് തോന്നുന്നു? താത്തയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഉഷാറാണ്. ഉഷാറാണല്ലേ? ഇവളാണ് നമ്മളെ കൂടുതൽ സ്പെഷ്യൽ ഉണ്ടാക്കണേ. ചട്ടിച്ചോറ്, നെയ്പത്തല്, ഇവരാണ് സ്പെഷ്യലിസ്റ്റ്. ചില ഐറ്റംസ് എന്തൊക്കെ ജ്യൂസ്, ജ്യൂസ് എല്ലാ ഐറ്റംസ് ജ്യൂസ് ഉണ്ട്, പിന്നെ ചട്ടിച്ചോറ്, ചട്ടിച്ചോറ് സ്പെഷ്യലിസ്റ്റ് ആണല്ലേ? പിന്നെ മീൻ പൊള്ളിക്കലുണ്ട്. എവിടെയാണ് വീട്? എൻ്റെ വീട് കടങ്ങാത്തോട്, കൽപ്പകഞ്ചേരി. പിന്നെ കീ ബിരിയാണി.